കാരണം നമ്മൾ എവിടെ പോയാലും ക്യാമറ ഇതാന്നൊക്കെ പറയണത് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ക്യാമറ ഉണ്ടാവുമെന്ന് നോക്കണം, മനസ്സിലായി? കാരണം അതുകൂടി മാത്രം വരാനുള്ളത്. കാരണം നമുക്കിപ്പോൾ എനിക്ക് പറയാനുള്ളത് പബ്ലിക്കിനോടാണ്. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്. നമ്മൾ അബദ്ധത്തെ വൈറലായി പോയതാണ് നമ്മൾ ആ ടൈമിൽ, ഒരു ആഗ്രഹം കൊണ്ട് വൈറലായതാണ്. പക്ഷേ ഇപ്പോഴത് വേണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം പലപ്പോഴും പബ്ലിക്കായിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഒരു പെങ്ങളുണ്ട്. അപ്പോൾ പെങ്ങളായിട്ട് നാളെ പുറത്തിറങ്ങുന്ന ആൾക്കാരത് പകർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മര്യാദയില്ലാത്ത കൂടിയാണ്, മനസ്സിലായി? അതുകൊണ്ട് എടുക്കാണ്ടിരിക്കുക. കാരണം ഞാൻ ഫാമിലിയായിട്ടൊക്കെ പുറത്തിറങ്ങുമ്പോൾ ക്യാമറകൾ അല്ല അനാവശ്യമായിട്ട് ഓൺ ചെയ്യാണ്ടിരിക്കുകയാണ്. തിയേറ്ററിൽ വരുമ്പോൾ ആൾക്കാർ ഓൺ ചെയ്യോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അല്ലാണ്ട് പബ്ലിക് പ്ലേസിലൊക്കെ പോകുമ്പോൾ ഓൺ ചെയ്യുന്ന പരിപാടികളൊക്കെ ഇതെന്ന് പറയാം. കാരണം സ്കൂട്ടർ ഓടിക്കുമ്പോഴാണെങ്കിലും കാറിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും വരുന്നു. പിന്നെ ഇന്നലെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഫുഡ് കഴിച്ച് മരട് മറ്റേ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു പുള്ളി ഇവിടെ ആശംസ ചോദിച്ച് തരുവ് പറഞ്ഞിരിക്കും. അത് ആശംസ കൂടി നമ്മൾ ചെയ്യാറുണ്ട്, പേയ്മെൻറ്റ് മേടിക്കാറുണ്ട്. പക്ഷെ അതൊരു ബിസിനസ്സാണ്. പക്ഷെ അത് അറ്റാക്കിലേക്ക് വരുന്നത് ശരിയല്ല. അത് കാരണം മറ്റേ എൻ്റെ ഒരു PR ടീമിൻ്റെ അത് ബാധിച്ചിട്ടുണ്ട്. PR വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്, വണ്ടി തട്ടി, മനസ്സിലായി? പുള്ളിയിലേക്ക് എടുത്തപ്പോൾ അപ്പം അങ്ങനെ കുറച്ച് സ്ട്രഗിൾ വരുന്നു. ഇല്ല, വിഷ്ണു കൊച്ചിക്കാരായിട്ട് ഞാനിപ്പോൾ നിർത്തിയത്. പുള്ളി തന്നെ എഴുതിയിട്ടല്ലോ, കണ്ടന്റുകൾ ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് പുള്ളി എഴുതിയിട്ടുണ്ട്. നമുക്ക് ഒറ്റക്ക് കിടന്നിട്ട് നടന്നാലും പ്രശ്നമൊന്നുമില്ല. അല്ല, നമുക്ക് ഇപ്പോൾ ഒറ്റക്കാണെന്ന് വെച്ചാൽ നമ്മൾ PR ചെയ്യുന്ന മീഡിയ ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പലപ്പോഴും നമുക്ക് ചുറ്റും നമ്മൾ ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ പുള്ളിയുടെ അവരൊക്കെ കുറേ കാറിലൊക്കെ വരാറുണ്ടാവും. പ്രശ്നമൊന്നും ഓടി വരാൻ ആൾക്കാരുണ്ട്. ഒരു മന്ത് ഏണിങ് എത്രയാണ്? ഏണിങ്സ് 1 മന്ത് ഏണിങ്സ് എത്രയാണ്? ഒരു ദിവസത്തെ പറഞ്ഞപ്പോൾ ഒരു ദിവസത്തെ ഏണിങ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് വരുന്നത് 5000 രൂപ കിട്ടുന്നുണ്ട്. കുറച്ച് സ്ട്രഗിളാണ് ചില സമയത്തൊക്കെ. അപ്പൊ പാവപ്പെട്ടാനാന്ന് പറഞ്ഞിട്ട് നമ്മള് അങ്ങനെ ഒരു ദിവസം 5000 രൂപ കിട്ടുന്നുണ്ട്. അതും പറഞ്ഞിട്ട് നമ്മള് അഹങ്കരിക്കാൻ നമ്മൾ ചിലവായി പോകുക പൈസ. നമ്മൾ വെച്ചോണ്ടിരിക്കുന്നില്ല. നമ്മൾ ചില്ലടിക്കാൻ പോകും, ഗേൾസോട് ഇറങ്ങാൻ പോകും. ഫ്രണ്ട്സ് ഇല്ല, ഫ്രണ്ട്സാണ്. അല്ല, ഗേൾ ഫ്രണ്ട് അങ്ങനെയില്ല, ജസ്റ്റ് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ നമ്മളെ ചില്ല് ചെയ്യാൻ പോകില്ല. അല്ല, ചില്ലി എന്ന് പറയാൻ കറങ്ങാൻ പോവുക, അപ്പൊ അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അത് മാന്യമായിട്ട് രീതിയിലാണ് പോകണം. കാരണം നമ്മുടെ എൻ്റെ കൂടെ ഫെയിമായിട്ട് വന്ന ശേഷം ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ ഗേൾസിനൊക്കെ എനിക്ക് എന്നെ മനസ്സിലായത്. അതിനുശേഷം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നിമയാണ്, ഒരു പുതിയ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. പുള്ളിക്ക് ചേട്ടുള്ള സൗഹൃദം വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളും ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ നിർത്തിയല്ലോ. ഫ്രണ്ട് നിമയാണ്. എന്ത് പറ്റി ഡോക്ടറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പമ്പയായിട്ട് ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് റിപ്ലൈ ചെയ്യുന്നില്ല. മെസ്സേജ് എന്ന് പറഞ്ഞാൽ ബാക്കി വരുമെന്ന് വെച്ചപ്പോൾ ഒന്നും റിപ്ലൈ ഒന്നുമില്ല. എവിടെയാണോ ആയിരിക്കാം, നമുക്കത് നോക്കുന്നില്ല. നമ്മൾ പുതിയ നായികമാരെ ആട്ടയം വന്നിട്ടില്ല. ഉച്ചയിൽ വരുമെന്ന് പറയുന്നുണ്ട്. അല്ല, ആട്ടയുണ്ട്. ആട്ടയം ഇപ്പൊ മറ്റേ നേരത്തെ ഒരുപാട് ഹോട്ട് വളരെ കണ്ടന്റ് ചെയ്യണമെന്നാണ് ഞാൻ നിർത്തിയത്. ഇപ്പൊ പുള്ളി നല്ലൊരു കണ്ടന്റ് ചെയ്യുന്നു.